നമസ്കാരം. പനി ബാധിച്ച് മരണപ്പെട്ട ഇതര സംസ്ഥാനക്കാരന്റെ മൃതദേഹം മരണാനന്തര ചടങ്ങുകൾ കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനം അനധികൃതമായി കടത്തിക്കൊണ്ടുപോയതായി പരാതി. മധ്യപ്രദേശ് സ്വദേശിയായ അമൻ കുമാർ മറവിയുടെ മൃതദേഹമാണ് നാട്ടകത്തെ അഭയ ഫ്യൂണറൽ സർവീസുകാർ കടത്തിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 8-നാണ് പനി ബാധിക്കുകയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുകയും പിന്നീട് ഹൃദയ സംബന്ധമായ അസുഖവും മൂലം കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് അമൻ കുമാർ മറവി മരിക്കുന്നത്. മൃതദേഹം മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനായി ബന്ധു പഞ്ചം സിംഗ് ശ്രമം നടത്തിയപ്പോൾ വലിയ ചിലവാകുമെന്നതിനാൽ അത് ഉപേക്ഷിച്ചു. കോട്ടയത്തെ സന്നദ്ധ സംഘടനയായ നവജീവൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ കോട്ടയത്ത് ശവസംസ്കാരം നടത്താനുള്ള സഹായം ചെയ്തു നൽകുമെന്ന് അവർ അറിയിച്ചു. നവജീവൻ സംഘടനയുടെ പ്രവർത്തകർ പോലീസിൽ നിന്നും സംസ്കാരം നടത്താനുള്ള അനുമതി വാങ്ങുകയും നഗരസഭയിൽ പഞ്ചം സിംഗിന്റെ പേരിൽ സംസ്കാരത്തിനായുള്ള 4000 രൂപ അടയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം മൃതദേഹം ഏറ്റുവാങ്ങാനായി സംഘടനാ പ്രവർത്തകർ എത്തിയപ്പോൾ അഭയ ഫ്യൂണറൽ സർവീസുകാർ മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോയി. മോർച്ചറിയിൽ സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞാണ് മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയതെന്ന് ബന്ധു പഞ്ചം സിംഗ് പറഞ്ഞു. ഇതോടെ സംഘടനയുടെ പ്രവർത്തകർ മൃതദേഹം ശ്മശാനത്തിലേക്ക് സംസ്കരിക്കാൻ കൊണ്ടുപോകുമെന്ന് അറിയിച്ചപ്പോൾ പഞ്ചം സിംഗ് അഭയ ഫ്യൂണറൽ സർവീസുകാരെ ബന്ധപ്പെട്ടപ്പോൾ പണം തന്നെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ എന്ന് അറിയിച്ചു. കൂടാതെ ഇവർ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. ഇതോടെ മരണമടഞ്ഞ അമൻകുമാറിന്റെ ബന്ധു പഞ്ചം സിംഗ് പേടിച്ച് മധ്യപ്രദേശിലേക്ക് മടങ്ങി. അവർ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയാതിരുന്നതോടെയാണ് ഇയാൾ മടങ്ങിയത്. 2 ആഴ്ചയിലധികമായി മൃതദേഹം അഭയ ഫ്യൂണറൽ സർവീസിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് മൃതദേഹം കൊണ്ടുപോയതെന്നാണ് പഞ്ചം സിംഗ് പറയുന്നത്. അവർ ആവശ്യപ്പെടുന്ന തുക നൽകാൻ കഴിയില്ല, അതിനാലാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്നും പഞ്ചം സിംഗ് വ്യക്തമാക്കി. ഇതിനിടയിൽ മൃതദേഹം കാണാനില്ല എന്ന പരാതി ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചു. പോലീസ് അഭയയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ മരിച്ച അമൻകുമാറിന്റെ ആളുകളാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ ബന്ധപ്പെട്ടതെന്നും അതിനാലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയതെന്നുമാണ് പറഞ്ഞത്. മൃതദേഹം ഇത്രയും ദിവസം സൂക്ഷിച്ചതിന്റെ തുക നൽകിയാൽ വിട്ടു നൽകാമെന്നും അറിയിച്ചു. ഒരു ദിവസത്തേക്ക് 1500 രൂപയാണ് വാടക. നിലവിൽ പോലീസ് അമൻകുമാർ ജോലിക്ക് നിന്ന സ്ഥലത്തെ ഉടമയെ വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ച ചർച്ച നടത്തുകയാണ്. അതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ചില ഏജന്റുമാർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൃതദേഹം സ്വന്തം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. മിക്കപ്പോഴും മൃതദേഹം സ്വകാര്യ മോർച്ചറികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതുവഴി വലിയ കമ്മീഷൻ ലഭിക്കും. ഇത്തരത്തിലുള്ള ഏജന്റുമാരുടെ ചതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം സ്വകാര്യ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായതെന്നും ആരോപണമുണ്ട്.